നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ PCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം 10th പ്രിലിംസ് എക്സാമിന് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? സമയമില്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായതേത്? കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തത് പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അതും ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. മൂന്നാമത്തെ നോക്കിക്കോ, കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്. അപ്പോൾ തൃശ്ശൂരല്ല, അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അണക്കെട്ടുകളും അവ സ്ഥാപിച്ചിട്ടുള്ള നദികളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ബക്ര നങ്കൽ സത്ലജ് നദിയിലാണ്. അത് ശരി ഉത്തരമാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. അതും ശരിയാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന തെഹ്രി ഡാം ഏത് നദിയിലാണ്? തെഹ്രി ഡാം ഭഗീരഥി നദിയിലാണ്, കൃഷ്ണ നദിയിലല്ല. അപ്പോൾ 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തത് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. രണ്ടാമത്തത് 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മൂന്നാമത്തെ നോക്കിയോ, 1914 ശിവയോഗി വിലാസം മാസിക പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസിദ്ധീകരണങ്ങളിലൊന്നാണ് ശിവയോഗി വിലാസം മാസിക. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചത്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. നാലാമത്തെ നോക്കിക്കോ, 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് തെറ്റാണ്. 1947 അദ്ദേഹം ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നാലാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5ാമത്തെ ചോദ്യം നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഇപ്പോൾ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തത് സവർണ ജാഥ ഇതോടനുബന്ധിച്ചാണ് നടന്നതാണ്. കറക്റ്റാണ് അല്ലെ? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു സവർണ ജാഥ നടന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതും ശരിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇദ്ദേഹം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. മൂന്നാമത്തത് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും കറക്റ്റാണ്. സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരികൾ. എന്നാൽ നാലാമത്തെ നോക്കിക്കോ, ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. സത്യാഗ്രഹികളുടെ ആവശ്യം എന്തായിരുന്നു? ക്ഷേത്രപ്രവേശനമായിരുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. നമുക്കിവിടെ വേണ്ടത് ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. 1ഉം 2ഉം 3ഉം ശരിയാണ്. നാലാമത്തത് തെറ്റായിരുന്നു. തെറ്റെന്തായിരുന്നു? വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള നടപ്പാതയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 6ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്. രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്ത ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ്, 4 മാത്രം. സതിഹിത ബോധിനിയാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്. ബാക്കി 3ഉം രാജാറാം മോഹൻ റോയിയുടെ കൃതികളിൽ പെടുന്നതാണ്. 7ാമത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം വരുന്ന ഓപ്ഷൻ A ആണ്. 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഏതൊക്കെയാണ് 2ഉം 3ഉം എന്ന് പറയുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്.
അത് കറക്റ്റാണ്. പിന്നെ മൂന്നാമത്തെ നോക്കിക്കോ. മൂന്നാമത്തെ എന്താണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് നമുക്ക് നോക്കാം. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. പിന്നെ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ളത്. പിന്നെ കേരള ലളിതകലാ അക്കാദമി കൂടാതെ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനമൊക്കെ തൃശ്ശൂരാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. 8ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എല്ലാം ശരിയാണെന്നാണ്. നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തത്, ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലീം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാശക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 പ്രസ്താവനകളും ശരിയാണ്. എല്ലാം ശരിയാണെന്നാണ് ഉത്തരം വരുന്നത്. 9, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഫിലിപ്പീൻസിലെ മനീലയിലാണ്. ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ജനീവയല്ല, മനീലയാണ്. അത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി നാറ്റോ, ബ്രസൽസ്, ഗ്രീൻ പീസ്, ആംസ്റ്റർഡാം, ഇന്റർപോൾ, ലിയോൺ, ഇത് 3ഉം ശരിയായിട്ടുള്ളതാണ്. 1ാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 10ാമത്തത്, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ്, അബ്ദുൽ കലാം ആസാദാണ്. അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. 11ാമത്തെ ചോദ്യം, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നമച്ച പർവ. നമച്ച പർവയാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. 12, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കരീവയാണ്. കരീവയാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. 13, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം എന്താണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി ആണ്, റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. 14, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. 15, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓക്സ്ബോ തടാകങ്ങൾ. എന്താണ്? ഓക്സ്ബോ തടാകങ്ങൾ. 16, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കസാൻ, റഷ്യ. 2024 റഷ്യയിലെ കസാനിലായിരുന്നു ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അപ്പോൾ 2025 26 നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. 2025 എവിടെയായിരുന്നു? 2025 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ബ്രസീലിലും 2026 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലും വെച്ചിട്ടാണ്. അപ്പോൾ 2024 റഷ്യ, 2025 ബ്രസീൽ, 2026 ഇന്ത്യ. ഇത് 3ഉം ഓർത്ത് വെച്ചോളുക. 18ാമത്തെ ചോദ്യം,
ഗുർ, ഗണ്ടാസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഗണ്ടാസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ്, പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദങ്ങളാണ് ഗുർ, ഗണ്ടസാരി. 19ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 20ാമത്തെ ചോദ്യം നോക്കാം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെയാണ് കുറിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നതാണ് അജണ്ട 21. 21ാമത്തെ ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. അടുത്തത്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. 23 ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. അടുത്തത്, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. അപ്പോൾ ബന്ധമില്ലാത്ത എന്തെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് ഫ്യൂഡൽ നികുതി നൽകുക എന്നത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ്. ബാക്കി തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ഇത് രണ്ടും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 25 താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നതിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നവമഞ്ജരി. നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. ബാക്കി കൃതികൾ നോക്കാം. ആദിഭാഷ ആരുടെയാണ്? ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെയാണ്. പിന്നെ അരുൾനൂല് വൈകുണ്ഠസ്വാമികളുടെയാണ്. അരുൾനൂല് കൂടാതെ അഖില തിരുട്ടും അരുൾനൂലും വൈകുണ്ഠസ്വാമികളുടെയാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെയാണ്. നവമഞ്ജരി ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. നവമഞ്ജരി കൂടാതെ വേറെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല. ഇതെല്ലാം ഓർത്തു വെച്ചോളുക, PSC ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ധൊളാവിരയാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ് ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബന്ധമുള്ള കാര്യങ്ങൾ നോക്കാം. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആനി ബസന്റ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ആനി ബസന്റുമായിട്ട് ബന്ധമുള്ളത്. ഒന്നാമത്തേതിൽ പറഞ്ഞത് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ആരാണ്? ജ്യോതിറാവു ഫുലെയാണ് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത്. ആനി ബസന്റ് അല്ല. അപ്പം അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം എന്നാണ്. അടുത്തത്, പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശബ്ദം എഴുതിയത്. അല്ലെ, പ്രശസ്ത തമിഴ് കവിയും സ്വതന്ത്ര സമര സേനാനിയുമാണ് അദ്ദേഹം. 29 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ്, EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി ഓപ്ഷൻസിൽ ദയാനന്ദ സരസ്വതി ഉണ്ട്. ദയാനന്ദ സരസ്വതി എന്താണ് സ്ഥാപിച്ചത്? ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. പിന്നെ ജ്യോതിബ ഫുലെ എന്താണ്? സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകനാണ് ജ്യോതിബ ഫുലെ.
അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തെലുങ്കാനയാണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയത്. അടുത്തത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്വതന്ത്രത്തിനുള്ള അവകാശം ഏതാണ് വരുന്നത്? സ്വതന്ത്രത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ്. 1 ഡിയിലോട്ട് ചേരണം. 2 സമത്വത്തിനുള്ള അവകാശം ഏതാണ്? സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ് ആർട്ടിക്കിൾ. മതസ്വാതന്ത്ര്യമാണെങ്കിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ചൂഷണത്തിനുള്ള എതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നോക്കിക്കോ, സ്വതന്ത്രത്തിനുള്ള അവകാശം ഏതാണ്? 19 മുതൽ 22 വരെ. സമത്വം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യമാണെങ്കിൽ 25 മുതൽ 28 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയാണ് കേട്ടോ. 32. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? ഓപ്ഷൻ ബി ആണ്, പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 33. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ നിലവിലുള്ള മൗലിക കടമകളിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ് എന്നാണ്. 34. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. നിലവിലെ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? നിലവിലെ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ഓപ്ഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. 2 ഓർത്ത് വെച്ചോളുക. 35. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഉത്തരം വരുന്നത് 1ഉം 2ഉം മാത്രമാണ്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 1ഉം 2ഉം ശരിയാണ് അല്ലേ? 2005 അവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3-ാമത്തേതിൽ പറയുന്നത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സെന്നാണ്. അത് തെറ്റാണ്. 2019 വിവരാവകാശ ഭേദഗതി നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി 65 വയസ്സോ അല്ലെങ്കിൽ 5 വർഷമോ ആയിരിക്കും. 70 വയസ്സല്ല, ഒന്നെങ്കിൽ 65 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം, ഏതാണോ ആദ്യം അതാണ് വിരമിക്കൽ കാലാവധി. 36. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശാണ് ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 38. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹേബിയസ് കോർപ്പസ് അല്ലെ? ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. 39. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠം അല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം
ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. സന്യാസി കലാപത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ആനന്ദമഠം. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. 40 താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവരെല്ലാവരും, അതായത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, ഇവർ 4 പേരും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ 40 ചോദ്യങ്ങൾ. ബാക്കി ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്